ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിലേക്ക് സ്വാഗതം. മഹാഭാരതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്തർ കമൻറ്റ്സ് ഇടുന്നു, എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു. വളരെ അവർക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വളരെ സന്തോഷം തോന്നുന്നു, അല്ലേ? പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നു. ഇതെൻ്റെ അറിവുകളല്ല, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ മഹാഭാരതത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പേ നമ്മൾ മഹാഭാരതം കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ചിലപ്പോൾ ആധികാരികമായിട്ടുള്ള ഗുരു പരമ്പരയിലൂടെ ആയിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും പല പല കോൺട്രഡിക്ഷൻസ് നമുക്ക് തോന്നുന്നു. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വർദ്ധിക്കും. കാരണം പൊതുവേ നമ്മുടെ ഉള്ളിൽ അറിയാമല്ലോ, ഭഗവാൻ പാണ്ഡവരുടെ കൂട്ടത്തിൽ നിൽക്കണം, പാണ്ഡവർ എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. അന്നേരം അതിന് വിരുദ്ധമായിട്ട് കൗരവരെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ഇവിടെ മഹാഭാരതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാസമഹർഷിക്ക് പ്രത്യേകിച്ച് ഒരു പക്ഷത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നിഷ്പക്ഷമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അന്നേരം എന്താണോ എഴുതിയിരിക്കുന്നത് അതേപോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങളല്ല ഇവിടെ ഇടുന്നത്. പൊതുവെ ഒരു മഹാഭാരതം സീരിയലോ അല്ലെങ്കിൽ മഹാഭാരതത്തിനെ ബേസ് ചെയ്തൊരു സിനിമ വന്നാൽ പോലും അതിലാദ്യമേ അവർ ഫ്രണ്ടിൽ എഴുതും ഇതെല്ലാം സാങ്കല്പികമാണെന്ന്. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഇത് സാങ്കല്പികമാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മഹാഭാരതം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വ്യാസമഹർഷി തുടക്കത്തിൽ തന്നെ പറയത്തില്ല, അല്ലെങ്കിൽ എൻഡിൽ പറയത്തില്ല ഇതെല്ലാം സാങ്കല്പികമാണെന്ന് പറയാം. അങ്ങനെ പറയുന്നില്ലല്ലോ. ഇത് ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാനുള്ളതല്ല. ഇത് പറയാനൊരു കാരണമുണ്ടായി. കാരണം ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിക്കുമായിരുന്നു. ഒരാൾ കമൻ്റ് ഇടുകയാണ്, അങ്ങയുടെ ക്ലാസ്സുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്, അങ്ങയുടെ ക്ലാസ്സുകളിലൂടെയാണ് ഞാൻ കൃഷ്ണനെ മനസ്സിലാക്കിയത്, ഭഗവാൻ എന്ന് പറയുന്നില്ല, കൃഷ്ണനെ മനസ്സിലാക്കി, കൃഷ്ണനായിട്ട് കൂടുതൽ അടുത്തത്. പക്ഷെ നിങ്ങൾ കൃഷ്ണനെ ഭഗവാനാക്കുന്നത് അത്ര ശരിയല്ല. എൻ്റെ വാക്കുകളിലൂടെയാണോ ആൾ ഭഗവാനാവുന്നത്? ഭഗവാനാണ്. ഞാൻ പറയുന്നതാണോ? നാരദ മഹർഷി പറഞ്ഞില്ലേ, മഹാഭാരതത്തിൽ നിങ്ങൾ കേട്ടില്ലേ, മാർക്കണ്ഡേയ ഋഷി പറയുന്നില്ലേ, വ്യാസമഹർഷി സ്വയം പറയുന്നില്ലേ? അന്നേരം പിന്നെ അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? അന്നേരം അത്രയ്ക്ക് അവർക്ക് ഭഗവാനെ ഒരു ഇതിഹാസ പുരുഷനായിട്ട് അംഗീകരിക്കാനാണ് അവർക്ക് ആഗ്രഹം. ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തി, പക്ഷെ മരിച്ചു. അന്നേരം ഭഗവാനെ അറിയാൻ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഗുരുവായൂരിൽ നമ്മൾ പൂജിക്കുന്ന ആരെയാണ്? അന്നേരം അതൊക്കെ വെറും ഒരു പ്രതീകാത്മകമായിട്ട് പൂജിക്കുന്നതാണോ? അതായത് ഗാന്ധിജിയുടെ ഒരു പ്രതിമയെ പോലെ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമ എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ഇപ്പോഴും ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു സന്തോഷം ലഭിക്കുന്നു, ആനന്ദം ലഭിക്കുന്നു. ഗാന്ധിജിയെക്കുറിച്ചും മറ്റ് ഇതിഹാസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതേ സന്തോഷം തോന്നാറുണ്ടോ? ഇതേ ആനന്ദം തോന്നാറുണ്ടോ? നമ്മുടെ ഉള്ളിലൊരു സമാധാനം നമുക്ക് തോന്നാറുണ്ടോ? എന്തിനേറെ പറയുന്നു, പാണ്ഡവരെക്കുറിച്ച് പറയുമ്പോൾ പോലും നമുക്ക് ഇത്രയും. അതാണ് ഭൗതിക വ്യക്തികളും ആധ്യാത്മിക വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മഹാത്മാക്കളിൽ നിന്ന് എല്ലാവരെയും പറയാൻ നമുക്ക് കഴിയില്ല. അവർ ഭാരതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അവർ മഹാത്മാവുന്നില്ല. മഹാത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതിയെ അതിജീവിച്ചവർ എന്നതാണ്. ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് അവർ. സ്വാഭാവികമായിട്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിസ്വാർത്ഥമായിട്ട്. അതൊരു പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടിയോ അതിനൊന്നും ആയിരിക്കത്തില്ല. ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് കാലാകാലം അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വ്യാസമഹർഷിയും നാരദ മഹർഷിയും ഓരോരോ ഋഷിമാരൊക്കെ. അന്നേരം അവരുടെ പോലും ഭൗതിക ബോധത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയില്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ മഹാത്മാക്കൾ എന്ന് പറയാൻ കഴിയും? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിയും ആശ്രിത എന്ന് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നു. അവരെപ്പോഴും എൻ്റെ ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചിരിക്കും. ഭൗതിക പ്രകൃതി, ദൈവിക പ്രകൃതി. ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവൂ. ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളും അതൊക്കെ മാത്രമേ മനസ്സിലാവൂ. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിൽ സ്കിന്നിൽ പല രീതിയിലും അത് കാണിക്കുന്ന പോലെ അവർ താൽക്കാലികമായിട്ടുള്ള സ്കിൻ ഡിസീസ് ആണെന്ന് പറഞ്ഞ് അതിന് മാത്രം മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അതേപോലെ എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നം അവരുടെ ബോധമാണ്. കാമക്രോധ മോഹലോഭ മത മത്സരാദികളാണ്. അത് പല രീതിയിലും പല വിഭാഗീയതയായിട്ടും വർഗീയതയായിട്ടും പുറത്തു വരുന്നതാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആത്മീയ അവബോധത്തിൻ്റെ കുറവ് കൊണ്ടാണ്
ഭഗവത് ബോധത്തിൻ്റെ കുറവുണ്ട്, കൃഷ്ണാവബോധത്തിൻ്റെ കുറവ് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഭഗവാനെ ഭഗവാനായിട്ട് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേരം നമ്മളല്ലാത്തത്, നമ്മൾ വേറെ എന്തോ ആണെന്ന് കരുതി ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ നിർത്തും. നമ്മൾ ഈ ശരീരമാണെന്ന് കരുതുന്നു, ഞാൻ ഹിന്ദു ആണെന്ന് ചിന്തിക്കുന്നു, ഞാൻ മുസ്ലിം ആണെന്ന് ചിന്തിക്കുന്നു, ഞാൻ പാകിസ്ഥാനിയാണെന്ന് ചിന്തിക്കുന്നു, ഞാൻ ബ്രിട്ടീഷുകാരാണെന്ന് ചിന്തിക്കുന്നു. അപ്പോഴല്ലേ പ്രശ്നം വരുന്നത്. ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവിടെ വിഭാഗീയത എവിടെ, വർഗീയത എവിടെ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരു ഐതിഹാസിക പുരുഷൻ മാത്രമല്ല. ഭഗവാൻ എങ്ങനെ പണ്ട് ജീവിച്ചിരുന്നു, ഇപ്പോൾ ഇല്ല എന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ പുറത്തു വരണം. കാരണം അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അടിയൻ്റെ മഹാഭാരതം കേട്ടിട്ട് കുറച്ച് പേർക്കൊരു മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? അവരത് ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കേൾക്കുന്നുകൊണ്ടാണ്. അത് എൻ്റെ മഹത്വമല്ല, അത് ഗുരു പരമ്പരയുടെ മഹത്വമാണ്. ഏതൊരു ഇൻഫർമേഷൻ നമ്മൾ പഠിക്കണമെങ്കിലും അത് ആധികാരികമായിട്ടുള്ള ഒരു സ്കൂളിൽ നിന്നല്ലേ പഠിക്കേണ്ടത്. എഞ്ചിനീയറിംഗ് പഠിക്കണം, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിക്കണം. മെഡിക്കൽ കോളേജിൽ നിന്നാണ് മെഡിസിൻ പഠിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള പ്രൊഫസേഴ്സിൽ നിന്ന് പഠിക്കണം. അല്ലാതെ നമ്മൾ തോന്നുന്ന ഗ്രന്ഥങ്ങൾ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും കൂട്ടാൻ വേണ്ടി അതിലൂടെ യൂട്യൂബിലൂടെ കാശുണ്ടാക്കാൻ നടക്കുന്ന വ്ളോഗേഴ്സിൽ നിന്നും നമ്മൾ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ ഒരു തെറ്റ്, അതായത് ഞാൻ ഉദ്ദേശിച്ച ആ കമൻ്റ് ഇട്ട വ്യക്തിയാണ്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഒരു ഐതിഹാസിക പുരുഷനാണ്. എന്നിട്ട് ഭക്തി പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹത്തെ ഒരു ഭഗവാനാക്കി മാറ്റത്. ഭക്തിയാമാം അഭിജാനാതി എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? അർജുനൻ ഭക്തനല്ലേ, പാണ്ഡവർ ഭക്തരല്ലേ? അല്ല നമ്മളായിട്ട് സങ്കല്പിച്ചെടുക്കുന്നതാണോ ഇതൊക്കെ? മഹാഭാരതം ശ്ലോകങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങൾ മഹാഭാരതം പഠിക്കാത്തത് എൻ്റെ കുറ്റമാണോ? മഹാഭാരതം പഠിച്ചു നോക്കൂ, ഭഗവത്ഗീത പഠിച്ചു നോക്കൂ, ഭാഗവതം പഠിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാരദ മഹർഷി ഭക്തനാണ്, മഹാദേവൻ ഭക്തനാണ്, എല്ലാവരും ഭക്തരാണ്. ഭക്തരല്ലാത്തത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനോ? നിങ്ങൾക്ക് യോഗമില്ല. കാരണം ദുര്യോധൻ്റെ പോലും മനസ്സിലായില്ല. അന്നേരം ദുര്യോധൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. നാരായണസേന മാത്രം മതി, നാരായണനെ വേണ്ട. അങ്ങനെയുള്ളവർ ഭഗവാനെ ഭയങ്കര പവർഫുൾ വ്യക്തിയായിട്ട് മാത്രം അംഗീകരിക്കും. പക്ഷേ അംഗീകരിച്ചാലും അംഗീകരിക്കത്തില്ല. കാരണം ഭഗവാനാണെന്ന് അംഗീകരിച്ച് പിന്നെ ഭഗവാന്റെ പോയി തല കുനിക്കണ്ടേ, നാമം ജപിക്കണ്ടേ? അതിന് മടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ അംഗീകരിക്കാത്തത്. നിങ്ങൾ തുടർന്നോളൂ നിങ്ങളുടെ ജീവിതം. ഭഗവാന്റെ മുമ്പിൽ തല കുനിക്കാതെ, ഭഗവാന്റെ നാമം ജപിക്കാതെ, ഭഗവാനെ കുറ്റം പറഞ്ഞ് എത്ര കാലം നിങ്ങളെ കൊണ്ട് നീട്ടാൻ പറ്റും നീട്ടിക്കോളൂ. ട്രൈ യുവർ ബെസ്റ്റ്. കുറേ കാലം ഇങ്ങനെ തുടരണമെങ്കിൽ തുടർന്നോളൂ, അതിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം നിങ്ങൾക്ക് ഈ മാർഗത്തിൽ വന്നേ പറ്റൂ. ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ, ഈ ഒരു മാർഗത്തിൽ വന്നേ പറ്റൂ. കാരണം ഭഗവാന്റെ ആ ഒരു ഭക്തി മാർഗത്തിൽ വരാതെ എല്ലാവരും അതൃപ്തരായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, ഭക്തിയിലില്ലാത്തവർ ഭഗവത്ഗീതയൊക്കെ പറഞ്ഞു നോക്കൂ, പഠിച്ചു നോക്കൂ, ഒരു മാറ്റവും ഉണ്ടാവത്തില്ല അവരുടെ ഉള്ളിൽ. ഭഗവാന്റെ ആ പൊസിഷൻ മനസ്സിലാക്കാതെ, അംഗീകരിക്കാതെ ആർക്കും ഭഗവത്ഗീത മനസ്സിലാവത്തില്ല, ഭാഗവതം മനസ്സിലാവത്തില്ല, മഹാഭാരതം മനസ്സിലാവത്തില്ല. കാരണം ഇത് അതീന്ദ്രിയ രഹസ്യങ്ങളാണ്. അതിങ്ങനെ ലോക്കായിട്ട് കിടക്കും. നമ്മുടെ വീട്ടിനകത്ത് നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരെയല്ലേ നമ്മൾ ക്ഷണിക്കൂ. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്കിഷ്ടപ്പെടുന്ന, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വസ്തരെ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അതേപോലെയാണ് അന്നേരം ഭക്തിയിലൂടെ നമ്മൾ ഭഗവാന്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്കാണ് പ്രവേശിക്കുന്നത്. ഭഗവാന്റെ പേഴ്സണൽ ലോകത്തേക്ക്, ഭഗവാന്റെ പേഴ്സണൽ വീട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് എൻട്രി കാണത്തില്ല. എല്ലാവർക്കും കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല അത്. അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ്യതയില്ലാത്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, അല്ലേ? അതുകൊണ്ട് അതോർത്ത് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇത്രയൊക്കെ ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടും ഭഗവാനെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രത്തോളം പാപകർമ്മങ്ങൾ ചെയ്യുന്നു എന്താണ്. എന്നാൽ ഭഗവത്ഗീത വീണ്ടും ഭാഗം തേഷാന്തു അന്തഗത പാപം ജനാനാം പുണ്യകർമ്മണം. പാപം ചെയ്യാനുള്ള പ്രവണതകൾ തീർന്ന് പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഭക്തിയിലേക്ക് വരാൻ പറ്റൂ. അല്ലാതെ യമനിയമങ്ങൾ തെറ്റിച്ച് ഉള്ളിൽ കാമക്രോധ മോഹലോഭ മത മത്സരാദികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധനായ ഭഗവാനെ എൻ്റെ അടുത്ത് എങ്ങനെ സമീപിക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. മനസ്സിലായില്ലേ? അത് അത്രയ്ക്ക് വലിയ പാപകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഭഗവാനെ അംഗീകരിക്കാൻ പറ്റാത്തത്. ഇനി
പാപകർമ്മങ്ങൾ പ്രശ്നമില്ല, പാപകർമ്മങ്ങൾ ഉണ്ടായതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഒരു ഭക്തി പരമ്പരയിലൂടെ ഗുരു പരമ്പരയിലൂടെ ആ അറിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ശരണാഗതനാവുകയാണെങ്കിൽ ഭഗവാൻ എല്ലാ പാപകർമ്മങ്ങളെയും മാറ്റാനും ഭഗവാൻ തയ്യാറാണ്. പക്ഷേ അവരവരുടേതായിട്ടുള്ള അഹങ്കാരത്തിലും എന്തോ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ അവർ ജീവിക്കുന്നു. അവരുടെ അറിവുകൾ ഇവിടുന്നും സെർച്ച് ചെയ്ത് കിട്ടിയതും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ബുക്ക് വായിച്ചതും ആരൊക്കെയോ എഴുതിയ ഏതൊക്കെയോ ബുക്ക് വായിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അന്നേരം എൻ്റെയും അറിവ് അങ്ങനെയല്ല, ഏതൊക്കെയോ ബുക്കുകൾ വായിച്ചിട്ട് ഏതൊക്കെയല്ലേ. പക്ഷേ ആ ബുക്കിൻ്റെ സോഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. ആരെഴുതി, എന്തിനു വേണ്ടി എഴുതി എന്നത് ഇമ്പോർട്ടൻ്റാണ്. ഏത് സോഴ്സിൽ നിന്നാണ് ആ ഇൻഫർമേഷൻ വരുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്തായാലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ, വ്യാസമഹർഷിയാണല്ലോ മഹാഭാരതം എഴുതിയത്, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അന്നേരം വ്യാസമഹർഷി എഴുതിയ മഹാഭാരതത്തിൽ നിന്ന് പഠിക്കണ്ടേ, അതും വ്യാസമഹർഷിയുടെ അതേ പരമ്പരയിലൂടെ പഠിക്കണ്ടേ. അല്ലാതെ ഇവിടുന്ന് കേട്ടിട്ട് ഊഹാപോഹങ്ങൾ കൊണ്ട് വളച്ചൊടിക്കുകയാണ് ശാസ്ത്രവചനങ്ങളെ. പിന്നെ എങ്ങനെയാണ് സത്യത്തെ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി പൊയ്ക്കോളൂ, അല്ലേ? കറക്റ്റല്ലേ? എനിവേ, അതൊക്കെ അവരുടെ വഴി, നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴിയുണ്ട്. അല്ലേ? നമുക്ക് നമ്മുടെ ലക്ഷ്യം ഊഹാപോഹങ്ങൾ കൊണ്ട് കളിക്കാനോ ഇൻ്റർനെറ്റിൽ കുറച്ച് സമയം പാഴാക്കി കളയാനുമല്ല. ഉള്ള സമയം കൊണ്ട് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ സത്സംഗം കേൾക്കുന്ന കൂടുതൽ വ്യക്തികളും കുടുംബജീവിതത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഇടയിലും ഇരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കി അതിനോടൊപ്പം ഭക്തിയിൽ പുരോഗമിക്കുക. ജീവിതാന്ത്യ വേളയിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ലോകത്ത് പോകുക. അങ്ങനെ ഒരു ഉയർന്ന ലക്ഷ്യമുണ്ട്. കാരണം പാണ്ഡവരിൽ നിന്ന് അതാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം പാണ്ഡവർ നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. കാരണം ഗൃഹസ്ഥ ജീവിതത്തിൽ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ ഇരുന്നു കൊണ്ടും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. ഭക്തിയുടെ ഏറ്റവും പരമോന്നത അവസ്ഥയിൽ എത്താൻ പറ്റും. വലിയ വലിയ ഋഷിമാർ പോലും ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റും. അതാണ് പാണ്ഡവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അത് ഈസി അല്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ ഒരു പാത പിന്തുടരാൻ ശ്രമിക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ മഹാഭാരതം പഠിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലെത്തിയ ആ ഒരു ഭാഗമാണ് പഠിച്ചത്. ഇനി 3 അധ്യായം കൂടെ ഉള്ളൂ മഹാഭാരതം. വളരെ മനോഹരമായിട്ട് ഒരു 4 വീഡിയോസും കൂടെ കാണും. ഇന്നത്തെ ഈ വീഡിയോ, ഇനി 2 വീഡിയോ, അതിനുശേഷം ഒരു വീഡിയോ കൂടെ കാണും. ആ ലാസ്റ്റ് വീഡിയോയ്ക്ക് മുമ്പേ ഒരു കൺക്ലൂഡിങ് വീഡിയോ ആണ്, അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് യുധിഷ്ഠിര മഹാരാജൻ്റെ അശ്വമേധ യജ്ഞമാണ്. ഇന്നലെ നമ്മൾ ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചെത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു, അല്ലേ? കണ്ടു. അത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കമൻസിൽ വന്നു. സന്തോഷം. അത് തീർച്ചയായിട്ടും ഭഗവാനെക്കുറിച്ചാണല്ലോ പറയുന്നത്. അത് നമുക്ക് എന്തായാലും സന്തോഷമാവും. അതായത് ഇന്നത്തെ വീഡിയോയിൽ യുധിഷ്ഠിര മഹാരാജ അശ്വമേധ യജ്ഞം ചെയ്യുന്നതും അടുത്ത വീഡിയോയിൽ വിതുരർ ധൃതരാഷ്ട്ര ഓട്ടിക്കുകയാണ്. ഇപ്പോഴും ഹസ്തിനപുരിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഓട്ടിക്കുകയാണ്. എന്നിട്ട് പിന്നെയാണ് ഫൈനൽ വീഡിയോ. ഇത്രയും അടിപൊളിയായിട്ട് ഒരു സെക്ഷൻ വേറെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മഹാഭാരതത്തിൻ്റെ ഫൈനൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2 വീഡിയോ എടുക്കണം. ഒരു വീഡിയോ മഹാഭാരതത്തിലെ ഓരോരോ കഥാപാത്രങ്ങളെക്കുറിച്ച്, സ്പെഷ്യൽ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ അവരുടെ ആ ഒരു അവരിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കാൻ പറ്റും അത് നമ്മൾ പഠിക്കും. പിന്നെ ഒരു ഫൈനൽ വീഡിയോ മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞ് അതോടുകൂടി നമുക്ക് മഹാഭാരതം വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ, ഗുരു പരമ്പരയിൽ ആദരണീയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതൊരു ബുക്കാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊരു ബുക്കാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കമൻസിലിടും. ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. അതിനു മുമ്പേ ഗുരുപ്രണാമ മന്ത്രങ്ങൾ നമുക്ക് ഒരുവിടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരൈ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമയം ദദാതി സ്വയം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം സജീവം
സദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ നമാചാര്യപാദായ നിതായ ഗുരുപദായിനി ഗൗരകഥാദാമധായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീവാഷവാനവീ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനി പ്രഭേ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗൃതസിദ്ധാന്തധാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംഭൂതേ പാദാംബുജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപാരൂപാനുഗൗരേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവസർവം മാം ശ്രീജഗന്നാഥായ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരതസ്യൈ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തി. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജഗാം സുരദോ പങ്കോ നമോ ദീർഘതിമത്സർവസ്വപാദാംബോജോ രാധാമദനമോ നമഃ. ദിവ്യദ്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാരഭിസേവ്യമാനുസ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വരേൻ ഗോപീൻ ഗോപീനാഥസ്യസ്തന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഭഗവാൻ ദ്വാരകയിലേക്ക് പോയതിന് ശേഷം പാണ്ഡവർ ഹസ്തിനപുരി ഭരിക്കാൻ തുടങ്ങി. യുധിഷ്ഠിര മഹാരാജ് അറിയാലോ, ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും പ്രതീകമായിരുന്നു. അദ്ദേഹത്തിൽ ഒരു കുറ്റം പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ലായിരുന്നു. ദേവന്മാരും വളരെയധികം സന്തുഷ്ടരായിരുന്നു യുധിഷ്ഠിരൻ്റെ ഭരണത്തിൽ. കാരണം ജനങ്ങളെല്ലാവരും പുണ്യാത്മാക്കളായിരുന്നു. മഴത്തിന് ഒരു ക്ഷാമമില്ല. സത്യുഗം പോലെ ഒരു സാഹചര്യമായിരുന്നു യുധിഷ്ഠിരൻ മഹാരാജ് ഭരിക്കുമ്പോൾ. ധനധാന്യങ്ങളൊക്കെ ഭൂമിദേവി സന്തോഷത്തോടു കൂടി നൽകുകയായിരുന്നു. എന്നിട്ട് അസംഖ്യം പശുക്കളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പശുക്കളുടെ അകിട് പാല് നിറഞ്ഞുകൊണ്ട് തറയിൽ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയായിരുന്നു. അത്രയ്ക്ക് പാലുണ്ടായിരുന്നു. അന്നേരം ഇത് ഇപ്പോൾ കലിയുഗത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതായത് യഥാർത്ഥ സമ്പത്തെന്ന് പറഞ്ഞാൽ മഴ ധാരാളം വരണം, ധനധാന്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കണം, അതായത് രത്നങ്ങളും അതൊക്കെ. അതായത് ഇതെല്ലാം നമുക്ക് പർവ്വതങ്ങളിൽ പാറകളിൽ നിന്നും മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അന്നേരം അത് ഭൂമിദേവിയാണ് തരുന്നത്. എന്നിട്ട് ധനധാന്യങ്ങളുണ്ട്, പശുക്കൾ ധാരാളം പുല്ലുണ്ട്, പശുക്കൾ ഹാപ്പിയാണ്. അന്നേരം പാലും നന്നായിട്ട് തരും. ഒന്നാലോചിച്ച് നോക്കും, എന്തുമായിരിക്കും അല്ലേ? കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം അല്ലേ? അന്നേരം പ്രജകൾക്ക് തോന്നി അവർക്ക് വേണ്ടുന്ന എല്ലാം അവരുടെ കയ്യിലുണ്ടെന്ന്. അവർക്ക് ഒരു തരത്തിലുള്ളൊരു ടെൻഷനും ഇല്ലായിരുന്നു. അവർക്ക് ഒരു തരത്തിലുള്ളൊരു രോഗമില്ലായിരുന്നു. മാനസികമായിട്ട് വിഭ്രാന്തിയില്ല, ചൂട് അധികമല്ല, തണുപ്പ് അധികമില്ല. മക്കളെപ്പോഴും അച്ഛൻ പറയുന്ന കേൾക്കുമായിരുന്നു. എന്നിട്ട് ഒരു സ്ത്രീയും വിധവയായിട്ടില്ല. ഇതുമല്ലേ ഭഗവാൻ പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ
ഉത്തരാദേവി കുന്തിദേവിയും ദ്രൗപദി ദേവിയുടെയും കൂട്ടത്തിലായിരുന്നു ഒരു മകന് ജന്മം നൽകി. ആ മകൻ്റെ പേര് പരീക്ഷിത്ത്. അന്നേരം ജനനത്തിൻ്റെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തു. യുധിഷ്ഠിര മഹാരാജ് ചോദിച്ചു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, അങ്ങ് ഈ മകനെക്കുറിച്ച് പറയൂ, കുട്ടിയെക്കുറിച്ച് പറയൂ, രാജഋഷിയാകുമോ? രാജഋഷി എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കും, പക്ഷേ ഋഷിയെ പോലെ ആയിരിക്കും ഭരിക്കുന്നത്. എങ്ങനെ? ആസക്തിയില്ലാതെ എല്ലാവരെയും സ്വന്തം ആളായിട്ട് കണ്ടുകൊണ്ട്. എന്നിട്ട് പൂർവികരെ പോലെ തന്നെ ഇവൻ കീർത്തിമാനും ഒരുപാട് വീരകൃത്യങ്ങളൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. ദൗമ്യ ഋഷി പറഞ്ഞു, സാക്ഷാൽ ഭഗവാനാൽ തന്നെ രക്ഷപ്പെടുത്തിയ കുട്ടിയാണ് ഇത്, അല്ലേ? അവിടെ തീർച്ചയായിട്ടും ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് അറിയും. സത്യമല്ലേ? പരീക്ഷിത് മഹാരാജ് കാരണമല്ലേ നമുക്ക് ഭാഗവതം ലഭിച്ചത്. വിഷ്ണുരാധൻ എന്ന പേരിൽ അറിയപ്പെടും. കാരണം സാക്ഷാൽ ഭഗവാനാൽ സംരക്ഷിക്കപ്പെടുന്നവൻ, എല്ലാ തരത്തിലുള്ള സർവ്വഗുണസമ്പന്നനായിരിക്കും. ഇക്ഷ്വാകുവിനെ പോലെയായിരിക്കും മനുവിൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ. മനുവിൻ്റെ മകനായ ഇക്ഷ്വാകുവിനെ പോലെയായിരിക്കും. ധർമ്മം പാലിക്കുന്നതിൽ, സത്യസന്ധതയിൽ സാക്ഷാൽ ദശരഥപുത്രനായ ശ്രീരാമസ്വാമി പോലെ തന്നെയായിരിക്കും. ഇനി ദാനധർമ്മങ്ങൾ എപ്പോഴും ചെയ്യും, നിസ്സഹായരായിട്ടുള്ള വ്യക്തികളെ സഹായിക്കും. യുദ്ധം ചെയ്യുമ്പോൾ മേലാൽ ധരിക്കുന്നു ഈ പറയുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് സമുദ്രത്തെ പോലെ ഒരിക്കലും മറികടക്കാൻ പറ്റാത്ത ആളെ പോലെ ആയിരിക്കും. എന്നിട്ട് ആയുധന കലകളിൽ അർജുനെ പോലെ വില്ലാളി വീരനായിരിക്കും. എന്നിട്ട് സാക്ഷാൽ ഭരത മഹാരാജാവിനെ പോലെ നിങ്ങളുടെ ഈ പരമ്പരയുടെ കീർത്തി അദ്ദേഹം ഒരുപാട് കൂട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജിന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജ് വിചാരിച്ചു, തീർച്ചയായിട്ടും ഈ കുരു പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യനാണെന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും യുധിഷ്ഠിര മഹാരാജിന് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു സ്വന്തം മക്കൾ മരിച്ചപ്പോൾ. പക്ഷേ പരീക്ഷത്തിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അദ്ദേഹത്ത് ഒരുപാട് ശുഭചിഹ്നങ്ങളുണ്ടായിരുന്നു. മകൻ ഈ കുഞ്ഞിന് വേണ്ടി ഒരുപാട് ദാനധർമ്മങ്ങൾ യുധിഷ്ഠിര മഹാരാജ് ചെയ്തു. എന്നിട്ട് ഋഷിമാരെല്ലാം ഇത് ധനധാന്യങ്ങളൊക്കെ ദാനമായിട്ട് സ്വീകരിച്ചു. പക്ഷെ അതെല്ലാം വീണ്ടും അവർ ദാനമായിട്ട് തന്നെ കൊടുത്തു. എന്നിട്ട് അവരെല്ലാം വീണ്ടും, അന്നേരം ഇങ്ങനെയാണ് പൊതുവെ, അതായത് ഋഷിമാരെല്ലാം ദാനധർമ്മങ്ങൾ സ്വീകരിക്കും, എന്നിട്ട് അവരത് വീണ്ടും ദാനമായിട്ട് കൊടുക്കും. എന്നിട്ട് അവർ തപസ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് തപസ്യാണ്. പരീക്ഷിത് മഹാരാജിൻ്റെ ജന്മത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജ് അശ്വമേധ യജ്ഞത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും കുരുക്ഷേത്രത്തിൽ നടന്ന യുദ്ധത്തിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഋഷിമാരെല്ലാവരും അശ്വമേധ യജ്ഞം ചെയ്യാൻ പറഞ്ഞു. അന്നേരം രാജസൂയജ്ഞം നടത്തുമ്പോൾ എങ്ങനെയാണോ ഒരു വ്യക്തി ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി മാറുന്നത്, അതേപോലെ തന്നെ കുതിരയും പല ദിശകളിലേക്ക് അയക്കും അശ്വമേധ യജ്ഞത്തിൽ. അതിലൂടെ കുതിരയെ എതിർക്കുന്നവരുമായിട്ട് പാണ്ഡവർ യുദ്ധം ചെയ്യുന്നതായിരിക്കും. യുധിഷ്ഠിര മഹാരാജന് പ്രത്യേകിച്ച് സ്വയം ഭൂമിയുടെ ചക്രവർത്തിയാകണമെന്ന് താല്പര്യമില്ല. പക്ഷേ ഈ ഭൂമിയിൽ മൊത്തം ശാന്തിയും സമാധാനവും ധർമ്മവും ഭഗവാന് വേണ്ടി സ്ഥാപിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അതായത് വീണ്ടും ഒരു കുരുക്ഷേത്രം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചു യുധിഷ്ഠിര മഹാരാജ്. പിന്നെ ഭഗവാൻ സ്വയം ആഗ്രഹിച്ചിരുന്നു പാണ്ഡവർ എതിരാളികളില്ലാത്ത ചക്രവർത്തികളായിട്ട് മാറണം ഈ ഭൂമിയുടെ എന്നോ ഭഗവാന്റെ ആഗ്രഹം. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ യുധിഷ്ഠിര മഹാരാജ് ആരംഭിച്ചു. അശ്വമേധ യജ്ഞം ചെയ്യാൻ ധാരാളം സമ്പത്ത് വേണമെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിര മഹാരാജ് കുറച്ച് പരിഭ്രാന്തിയിലായിരുന്നു. കാരണം യുദ്ധത്തിലൂടെ ഖജനാവെല്ലാം കാലിയായിരിക്കുകയാണ്. അന്നേരം പാണ്ഡവർ യുധിഷ്ഠിര മഹാരാജ് ഈ ഒരു വിഭ്രാന്തിയെക്കുറിച്ച് വ്യാസദേവനോട് പറഞ്ഞു, ആശങ്കയെക്കുറിച്ച്. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, വടക്കേ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമ്പത്ത് എനിക്ക് കിട്ടുന്നു.
എന്നിട്ട് വ്യാസമഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു, ഈ ഭൂമി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയെക്കുറിച്ച്, മരുത്തൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അസീമിതമായിട്ടുള്ള സമ്പത്തുണ്ടായിരുന്നു. മഹാദേവനെ ഒരു യജ്ഞത്തിലൂടെ സംപ്രീതനാക്കിയിരുന്നു. അന്നേരം മഹാദേവൻ സ്വർണത്തിൻ്റെ ഒരു പർവ്വതം തന്നെ ആൾക്ക് കൊടുത്തിരുന്നു. അതിലൂടെ അദ്ദേഹം സ്വർണത്തിൻ്റെ തന്നെ ഒരു ഹോമകുണ്ഡം തയ്യാറാക്കി, ഒരുപാട് സ്വർണ്ണപാത്രങ്ങൾ തയ്യാറാക്കി. അതെല്ലാം ഇപ്പോൾ ഹിമാലയത്തിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. വ്യാസമഹർഷി അർജുനോട് പറഞ്ഞു ആ ഗുഹയിലേക്ക് എങ്ങനെ പോകണമെന്ന്. ഉടൻ തന്നെ അർജുൻ അങ്ങോട്ട് പോയാണ്. അങ്ങനെ ഏകദേശം 1 മാസത്തിന് ശേഷം ഈ എല്ലാ സ്വർണങ്ങളും കൊണ്ട്, സ്വർണ്ണ രത്നങ്ങൾ എല്ലാം കൊണ്ട് വലിയ വലിയ കാളവണ്ടികളിലും ആനപ്പുറത്തുമൊക്കെ അതൊക്കെ കൊണ്ടുവരികയാണ്. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജ് എല്ലാവിധ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല പല ഭരണാധികാരികളെയും ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം സ്ഥാപിക്കാൻ യുധിഷ്ഠിര മഹാരാജ് ആഗ്രഹിച്ചു. പക്ഷേ യുധിഷ്ഠിര മഹാരാജ് നന്നായിട്ട് അറിയായിരുന്നു യുദ്ധത്തിലൂടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കുമെന്ന്. കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാത്ത എത്രയോ പേര് ഉണ്ടായിരുന്നു. അവർ നിഷ്പക്ഷരായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് ഈ മരിച്ചവരുടെ മക്കളും സഹോദരങ്ങളും ഒക്കെ ഇപ്പോഴും കാണും, പാണ്ഡവരെ ശത്രുക്കളായിട്ട് കാണുന്നു. അതുകൊണ്ട് യുധിഷ്ഠിരൻ അർജുനോട് പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ് അർജുനോട് പറഞ്ഞു അശ്വമേധ കുതിരയുടെ പുറകെ പോവുകയാണ്. യുധിഷ്ഠിര മഹാരാജിൻ്റെ ആധിപത്യം സ്വീകരിക്കാത്ത അവരുമായിട്ട് അർജുൻ യുദ്ധം ചെയ്തു. ഉടൻ തന്നെ അർജുൻ ഒരു കവചം ധരിച്ചു. എന്നിട്ട് ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് അർജുൻ ഇറങ്ങുകയാണ്. ബ്രാഹ്മണരെല്ലാവരും അനുഗ്രഹിച്ചു അർജുനെ. അങ്ങനെ കുതിരയുടെ പുറകിലായിട്ട് അർജുൻ പോവുകയാണ്. അർജുൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയൊരു സൈന്യക്കൂട്ടം പോവുകയാണ്. ഒരുപാട് ഋഷിമാരും എല്ലാവിധ മംഗളകരമായിട്ടുള്ള രീതിയിൽ ഇതെല്ലാം അവസാനിക്കാനായിട്ട് അർജുനു വേണ്ടി പ്രാർത്ഥിക്കാനും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും പുറകെ പോവുകയാണ്. അർജുനോട് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, ഒട്ടും മാറ്റിവെക്കാൻ പറ്റത്തില്ല എന്നൊരു ഘട്ടത്തിൽ മാത്രമേ ഒരാളെ കൊല്ലാവൂ, അല്ലാതെ കൊല്ലരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അർജുൻ എപ്പോഴും ഒരു ശാന്തി പ്രസ്താവന വയ്ക്കും, സൗഹൃദ ബന്ധത്തിൽ എത്താൻ ശ്രമിക്കും. പക്ഷെ ചില സമയത്ത് ആയുധം എടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ തൃകർത്തകന്മാരുമായിട്ടൊരു യുദ്ധം തുടങ്ങുകയാണ്. കാരണം അവരുടെ രാജാവിനെയും സഹോദരങ്ങളെയും എല്ലാം കൊന്നിരുന്നല്ലോ അർജുൻ. അങ്ങനെ അർജുനുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള യുദ്ധം തൃകർത്തകന്മാരുമായിട്ട് നടന്നു. പിന്നെ വജ്രദത്തൻ, ഭാഗദത്തൻ്റെ മകനുമായിട്ടൊരു യുദ്ധം നടന്നു. അത് 3 ദിവസത്തോളം ആ യുദ്ധം നീണ്ടു നിന്നു. പിന്നെ അർജുൻ വജ്രദത്തനെ തോൽപ്പിക്കുകയാണ്. അങ്ങനെ വജ്രദത്തൻ കീഴടങ്ങുകയാണ്. അതിനുശേഷം അർജുൻ ദക്ഷിണ ദിശയിലേക്ക് പോവുകയാണ്. അവിടെ സിന്ധു ദേശത്തിലുള്ളവരുമായിട്ടൊരു വളരെ ശക്തമായിട്ടുള്ള യുദ്ധം നടന്നു. 10,000-കണക്കിന് യോദ്ധാക്കൾ വന്നു അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ. ഗാണ്ഡീവത്തിൽ നിന്ന് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ച് അവരുടെ അസ്ത്രങ്ങളെയൊക്കെ തുണ്ടം തുണ്ടമാക്കി അവരെ എല്ലാം ഒട്ടിച്ചു എന്നുള്ളതാണ്. ഇതേ സിന്ധു രാജ്യത്തിലെ ദുര്യോധൻ്റെ സഹോദരി ദുശ്ശല ഇപ്പോഴും ജീവിക്കുകയാണ്. അർജുൻ തുടർച്ചയായിട്ട് യോദ്ധാക്കളെല്ലാം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ദുശ്ശല പുറത്ത് ഓടി വന്നു. കയ്യിലുള്ള ആ കുഞ്ഞിനെ കുട്ടിയും പിടിച്ചുകൊണ്ട് പുറത്ത് വരുന്നത് കണ്ടപ്പോൾ യോദ്ധാക്കളെല്ലാവരും ആയുധം താഴെ വെച്ചു. എന്നിട്ട് അർജുൻ്റെ മുമ്പിൽ കീഴടക്കിയിട്ട് പറഞ്ഞു, വീരനായിക, ഈ യുദ്ധം അവസാനിപ്പിക്കൂ. എൻ്റെ അവസാനത്തെ വംശമേ ഇനി ബാക്കിയുള്ളൂ. ഇത് അങ്ങയുടെ തന്നെ ബന്ധുവല്ലേ, എൻ്റെ മകനെ അങ്ങയുടെ മകനായിട്ട് തന്നെ കണ്ടുകൂടെ?
എന്നിട്ട് ഈ കുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദുശ്ശളയുടെ മകൻ്റെ മകനാണ്. അന്നേരം പറയുകയാണ്, ജയദ്രഥൻ്റെ മരണത്തിന് ശേഷം ജയദ്രഥൻ്റെ മകൻ ജീവൻ ത്യജിച്ചു. ഇനി ഇവൻ്റെ അവസാനത്തെ വംശത്തെയും നശിപ്പിക്കാനാണോ അർജുന അങ്ങ് ആഗ്രഹിക്കുന്നത്? എന്നോട് കാരുണ്യം കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ദുശ്ശളയുടെ ഈ കരച്ചിലൊക്കെ കണ്ടിട്ട് അർജുൻ സ്വന്തം സഹോദരിയായിട്ടാണ് കണ്ടത്. വില്ല് താഴ്ത്തി എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ദുര്യോധൻ കാരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ദുര്യോധൻ കാരണമാണ് സ്വന്തം ബന്ധുക്കളെ എല്ലാവരെയും എനിക്ക് കൊല്ലേണ്ടി വന്നു. അർജുൻ രഥത്തിൽ നിന്നിറങ്ങി ദുശ്ശളയെ ആശ്വസിപ്പിച്ചു. ദുശ്ശള ഉടൻ തന്നെ മറ്റു സിന്ധു രാജ്യത്തിലെ യോദ്ധാക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ശാന്തി പ്രസ്താവന സ്വീകരിച്ചു. എന്നിട്ട് അർജുൻ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അർജുൻ്റെ രഥം മണിപ്പൂരിലേക്ക് എത്തി. അവിടെ മണിപ്പൂരിലെത്തിയപ്പോഴത്തേക്ക് അർജുൻ്റെ മകനായ ബഭ്രുവാഹനനാണ് അവിടെ സ്വീകരിച്ചത്. കാരണം ചിത്രാംഗതയായിട്ട് ഇതിനു മുമ്പേയുള്ള രാജസൂയ യജ്ഞത്തിൽ പോയ സമയത്ത്, രാജസൂയ യജ്ഞത്തിന് വേണ്ടിയും അർജുൻ പല ദിശകളിലും പോയിരുന്നു. അപ്പോൾ ചിത്രാംഗതയെ വിവാഹം കഴിച്ചിരുന്നു. ആ ചിത്രാംഗതയിലുണ്ടായ മകനാണ് ബഭ്രുവാഹൻ. എന്നിട്ട് ആ സമയത്ത് അവിടുത്തെ രാജാവ് പറഞ്ഞിരുന്നു, മകനെ ഇവിടെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഭ്രുവാഹൻ മണിപ്പൂരിൽ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ രാജ്യം ഭരിച്ചിരിക്കുകയാണ്, യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അന്നേരം അർജുനന് വേണ്ടി ഒരുപാട് സമ്പത്ത് ബഭ്രുവാഹൻ കൊണ്ടുവന്നു. പക്ഷേ ഇത് കണ്ടിട്ട് അർജുനന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എങ്ങനെ നിൻ്റെ രാജ്യം പിടിച്ചടക്കാനായിട്ട് ഒരാൾ വന്നപ്പോൾ നീ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? ക്ഷത്രിയധർമ്മം ഇതല്ല. നീ ഒരു സ്ത്രീയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ അസ്ത്രങ്ങളും ആയുധങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ ആയുധങ്ങൾ എടുക്കും, എന്നിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇത് കണ്ടിട്ട് ബഭ്രുവാഹൻ ആകെ ഭയപ്പെട്ടു. പല രീതിയിലും അർജുനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. പക്ഷെ അർജുൻ കേൾക്കുന്നില്ല. എന്നിട്ട് മകനോട് യുദ്ധം ചെയ്യാൻ തന്നെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉലുപ്പി അവിടെ വരികയാണ്. അത് നാഗലോകത്തിൽ നിന്നുള്ള അർജുൻ്റെ അടുത്ത ഭാര്യയാണ്. അപ്പോൾ ഉലുപ്പി വന്നിട്ട് പറഞ്ഞു, ബഭ്രുവാഹൻ, ഞാൻ ഉലുപ്പിയാണ്, നിൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്, അർജുൻ്റെ ഭാര്യയാണ്. നിനക്കും അർജുനും നന്മ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അർജുനുമായിട്ട് യുദ്ധം ചെയ്യും. ഇതിലൂടെ അർജുൻ സന്തോഷിക്കും. അതിലൂടെ നിനക്കും അനുഗ്രഹം കിട്ടും. അന്നേരം ഉലുപ്പിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ബഭ്രുവാഹൻ യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ അന്നേരം അശ്വമേധ കുതിരയെ കണ്ട ഉടൻ തന്നെ ബഭ്രുവാഹൻ കുറച്ച് സൈനികരോട് പറഞ്ഞിട്ട് കുതിരയെ ബന്ദിയാക്കി. ഇത് കണ്ട ഉടനെ അർജുന് ദേഷ്യം വന്ന് അർജുന അസംഖ്യ അസ്ത്രങ്ങൾ സ്വന്തം മകനെതിരെ എറിയുകയാണ്. അങ്ങനെ അർജുനും ബഭ്രുവാഹനുമായിട്ട് അതിഭീകരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു എന്നുള്ളത്. അസംഖ്യ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ അർജുൻ്റെ തോളത്ത് ഒരു അസ്ത്രം തീവ്രമായിട്ട് ആഴത്തിൽ കയറുകയാണ്. ഏകദേശം അർജുൻ്റെ ബോധത്തെ കെടുത്തുകയാണ്. എന്നിട്ട് കുറേ നേരം നന്നായി ബുദ്ധിമുട്ടി അർജുൻ. സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ മകനെ അഭിനന്ദിച്ചു. മിടുക്കൻ, ചിത്രാംഗതയുടെ മകൻ, എനിക്ക് നിൻ്റെ ശക്തിയിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇനി നീ നിർഭയത്തോടുകൂടി ഇരിക്കും. ഇനി എൻ്റെ അസ്ത്രങ്ങൾ അയക്കാൻ പോകുന്നു. പിന്നെ അർജുൻ തളരാതെ തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാ മകൻ്റെ രഥത്തെ തകർത്തു, കുതിരകളെയും കൊന്നു. എന്നിട്ട് രഥത്തിൽ നിന്ന് ചാടി നിർഭയനായിട്ട്
അച്ഛനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം ഒരു സ്വർണ്ണ അസ്ത്രം എടുത്തു, രത്നങ്ങളൊക്കെ പതിപ്പിച്ച, എന്നിട്ട് വില്ലിൽ കോർത്തിട്ട് അത് അയച്ചു എന്നുള്ളതാണ്. ആ അസ്ത്രം അർജുൻ്റെ കവചത്തെ തകർത്തുകൊണ്ട് നെഞ്ചത്ത് തുളച്ച് കയറി എന്നുള്ളതാണ്. നന്നായിട്ട് വേദനിച്ചിട്ട് അർജുൻ ബോധം കെട്ട് വീഴുകയാണ് ഭൂമിയിലേക്ക്. ബബ്രുവാഹൻ്റെ ദേഹത്തും അർജുൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അന്നേരം അർജുൻ മരിച്ചോ എന്ന് ഭയപ്പെട്ട് ബബ്രുവാഹനും ബോധം കെട്ട് വീഴുകയാണ്. ചിത്രാംഗത അപ്പോഴത്തേക്കും കേട്ടു അർജുനും മകനും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചിത്രാംഗത ഓടി വന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ ബോധം കെട്ട് വീണത് കണ്ടിട്ട് ചിത്രാംഗതയും ബോധം കെട്ട് വീഴുകയാണ്. അന്നേരം ചിത്രാംഗതയ്ക്ക് സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ മുന്നിൽ ഉലുപ്പി കാണുകയാണ്. അപ്പോൾ ചിത്രാംഗത ഉലുപ്പിയെടുത്ത് പറയുക, ചിത്രാംഗതയുടെ ഭർത്താവാണ് അർജുൻ, പക്ഷേ ഇവിടെ വിഷമത്തോട് പറയുക, ഉലുപ്പി, എപ്പോഴും അജയനായ നിൻ്റെ ഭർത്താവിനെ കണ്ടില്ലേ? നീ തന്നെയല്ലേ എൻ്റെ മകനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്? നിനക്ക് അറിഞ്ഞൂടെ എന്താ ഒരു മകനും അച്ഛനും തമ്മിൽ യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന്? നിനക്ക് നിൻ്റെ ഭർത്താവിനോടൊരു സ്നേഹമില്ലേ? നിനക്ക് എൻ്റെ ഭർത്താവ് അർജുനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ല ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. നിനക്കെന്താ ദുഃഖമില്ലാത്തത്? എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ചിത്രാംഗത അർജുൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് കരയാൻ തുടങ്ങി. രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നെഞ്ചിൽ നിന്ന്. അർജുൻ്റെ പാദം മടിയിൽ വെച്ചു, എന്നിട്ട് തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ബബ്രുവാഹന് ബോധം കെട്ടി എഴുന്നേറ്റ് വന്നു, അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയോടൊപ്പം ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് ബബ്രുവാഹൻ പറയും, ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? സ്വന്തം അച്ഛനെ ഞാൻ കൊന്നിരിക്കുന്നു. ഈ പാപം ഞാൻ എവിടെ കൊണ്ട് തീർക്കും? ഇനി ഒരുപാട് പാപം അനുഭവിക്കേണ്ടി വരും. എനിക്കിനി ജീവൻ തുടരാൻ കഴിയില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഭക്ഷണവും ജലപാനം എല്ലാം ഉപേക്ഷിച്ച് മരണം വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എൻ്റെ അച്ഛൻ എങ്ങോട്ടാണോ പോകുന്നത് ആ പാതയിൽ തന്നെ ഞാനും പോകുന്നു. അങ്ങനെ രാജകുമാരൻ ബബ്രുവാഹൻ കുറേ നേരം ഇങ്ങനെ കരഞ്ഞു. ശാന്തനായി ധ്യാന നിമഗ്നനായിട്ടിരിക്കാൻ തുടങ്ങി അർജുൻ്റെ അടുത്തായിട്ട്. എന്നിട്ട് മരണം വരെ ജലപാനം ഇല്ലാതിരിക്കാൻ തീരുമാനിച്ചു. അന്നേരം ഉലുപ്പി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിത്രാംഗതയും മകൻ ബബ്രുവാഹൻ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ട് ഉലുപ്പി അടുത്ത് വന്നു. എന്നിട്ട് സ്വന്തം സിദ്ധി ഉപയോഗിച്ച് നാഗലോകത്തിൽ നിന്നും ഒരു ദിവ്യരത്നത്തെ കൊണ്ടുവരികയാണ്. മരിച്ച ഒരാളെ, അന്നേരം യഥാർത്ഥത്തിൽ അർജുൻ മരിച്ചു എന്നുള്ളതാണ്. അന്നേരം മരിച്ച ഒരാളെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു രത്നത്തെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ രത്നത്തെ കൊണ്ടുവന്നു. അതിൽ നിന്നും അസംഖ്യം രശ്മികൾ എല്ലാ ദിശകളിലേക്കും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബബ്രുവാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോനെ എഴുന്നേക്കൂ, നീ അർജുനെ കൊന്നില്ല. ഈ മനുഷ്യരായിട്ടുള്ള ആർക്കോ, ദേവന്മാർക്ക് പോലും അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല. അദ്ദേഹം എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഋഷിയാണ്. ആർക്കും അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല. ഇത് വെറും ഒരു മായയാണ്. ഈ ഒരു രത്നം കൊടുക്കൂ, ഇത് അച്ഛൻ്റെ നെഞ്ചത്ത് വയ്ക്കൂ. ഉടൻ തന്നെ ആൾ എഴുന്നേക്കുന്നു. അന്നേരം ഉലുപ്പി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ചെയ്തു. ഓർമ്മയില്ലേ ഉലുപ്പിയുടെ ഒരു മകൻ ഉലൂഖൻ അല്ലേ? ഓർമ്മയില്ലേ? വളരെ ശക്തമായിട്ട് മഹാഭാരതത്തിൽ യുദ്ധം ചെയ്തത് അല്ലേ? അലാംബുഷൻ്റെ കൈ കൊണ്ട് മരിച്ചത്. അന്നേരം ആ ഉലൂഖൻ്റെ അമ്മയാണ് ഉലൂപ്പി. അന്നേരം ബബ്രുവാഹൻ അതേപോലെ തന്നെ ചെയ്തു. രത്നം നെഞ്ചത്ത് വെച്ച് ഉടൻ തന്നെ അർജുൻ കണ്ണ് തുറക്കുകയാണ്. മുറിവെല്ലാം പൊറുക്കുകയാണ്. എന്നിട്ട് എഴുന്നേറ്റിരുന്നു. അപ്പോൾ ബബ്രുവാൻ വലിയ ആശ്വാസമായി. അച്ഛൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു, മാപ്പ് ചോദിച്ചു. ഉടൻ തന്നെ എല്ലാവരും സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടുകയാണ്. വാദ്യോപകരണങ്ങളൊക്കെ വായിച്ചു. എല്ലാവരും സന്തോഷം കൊണ്ട് എല്ലാവരും കരയാൻ തുടങ്ങി.
അർജുൻ എഴുന്നേറ്റു, എന്നിട്ട് മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അർജുൻ ചോദിക്കും, എന്താണ് സംഭവിച്ചത്? എന്നിട്ട് നിൻ്റെ അമ്മ ചിത്രാംഗത എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്നിട്ട് ഉലുപ്പി എങ്ങനെയാണ് ഇവിടെ വന്നത്? അന്നേരം ബബ്രുവാൻ പറഞ്ഞ്, അങ്ങ് തന്നെ ദേവിയെടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അർജുൻ ഉലുപ്പിയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, നാഗലോകത്തിൽ നിന്ന് ഉലുപ്പി എന്താ ഇങ്ങനെ വന്നത്? നമ്മളോട് എന്തെങ്കിലും പറയാനായിട്ടാണ് വന്നത്? നമ്മൾ ഉലുപ്പി ദേവി നിന്നെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. ഉലുപ്പി ഉടനെ ചിരിച്ചിട്ട് അർജുനോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ആര്യപുത്ര. ഞാൻ തന്നെയായിരുന്നു ബബ്രുവാഹൻ്റെ അടുത്ത് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഉലുപ്പി പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകളെ അങ്ങ് കേൾക്കൂ. യുദ്ധസമയത്ത് അങ്ങ് ചതിവിലൂടെയായിരുന്നു ഭീഷ്മരെ കൊന്നത്, ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി. ആ ഒരു പാപത്താൽ അങ്ങേക്ക് നരകത്തിൽ പോയി കുറച്ച് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ഒരു പാപം ഈ ഒരു യുദ്ധത്തിലൂടെ തീർന്നിരിക്കുകയാണ്. കാരണം ഉലുപ്പി പറഞ്ഞു, ഭീഷ്മർ ശരശയിലായ ഉടൻ തന്നെ ഉലുപ്പി മറ്റു വസുക്കളെ കണ്ടിരുന്നു. ഗംഗാതീരത്ത് വന്ന് കുളിക്കുന്ന സമയത്ത്, അവരവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഗംഗാദേവി അവർ വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അർജുൻ ചതിവിലൂടെയാണ് ദേവിയുടെ മകനെ കൊന്നത്, അതുകൊണ്ട് നമ്മൾ അവനെ ശപിക്കുകയാണ് മരിക്കാനായിട്ട്. ഗംഗാദേവി അത് സംഭവിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഉലുപ്പിക്ക് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. അന്നേരം ഇത് ഉലുപ്പിയുടെ അച്ഛനോട് ഉലുപ്പി പറഞ്ഞിരുന്നു, നാഗങ്ങളുടെ രാജാവിൻ്റെ അടുത്ത്. വാസുകി ആയിരിക്കണം. ഉടൻ തന്നെ നാഗലോകത്തെ അധിപൻ വാസുകി മറ്റു വസുക്കളെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, അർജുനൻ്റെ മരുമകനാണ്, അദ്ദേഹത്തിനോട് കാരുണ്യം കാണിക്കണം. അപ്പോൾ ഉടൻ തന്നെ അവർ പറഞ്ഞു, ധനഞ്ജയനായ അർജുന് ഒരു മകനുണ്ട് മണിപ്പൂരിൽ. അവൻ അർജുനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അർജുനെ കൊല്ലും, അതിലൂടെ ഈ ശാപത്തിൽ നിന്ന് അർജുൻ മുക്തനാവും എന്ന് പറഞ്ഞു. ഉലുപ്പി തുടർന്നു, അതുകൊണ്ടാണ് അങ്ങയുടെ മകനാൽ മരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ സാക്ഷാൽ ദേവേന്ദ്രന് പോലും അങ്ങേ കൊല്ലാൻ കഴിയില്ല. അങ്ങേ വധിച്ചതിന് ശേഷം ഈ ദിവ്യരത്നത്തിലൂടെ അങ്ങേ ഞാൻ പുനർജീവിപ്പിച്ചതാണ്. ഉലുപ്പി അർജുന ആ രത്നം കാണിച്ചു. എന്നിട്ട് അർജുൻ പറഞ്ഞു, ദേവി വലിയൊരു ഉപകാരമാണ് നമ്മളോട് ചെയ്തതെന്ന് പറഞ്ഞു. ബബ്രുവാഹൻ അർജുനോട് അഭ്യർത്ഥിച്ചു അന്നത്തെ രാത്രി അവിടെ തന്നെ തങ്ങാനായിട്ട്. പക്ഷെ അർജുൻ പറഞ്ഞു, അശ്വമേധ യജ്ഞം കഴിയുന്നതുവരെ എനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല. എന്തുവല്ലേ ഹരേ കൃഷ്ണ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകനെയും ഭാര്യയും കാണുകയാണ്. അർജുൻ വേണമെങ്കിൽ അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്, പക്ഷേ അവിടെ തങ്ങിയില്ല. അതാണ് അർജുൻ്റെ തപസ്യ. എന്നിട്ട് 2 പേരോടും വിട പറഞ്ഞിട്ട് 3 പേരോടും വിട പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവരും അശ്വമേധ യജ്ഞത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കുതിരയുടെ പുറകെ പോവുകയാണ്. അതിനുശേഷം അർജുൻ രാജഗൃഹത്തിൽ വരികയാണ്. ഇവിടെ വെച്ചായിരുന്നു ഭീമസേനനും ഭഗവാൻ കൃഷ്ണനായിട്ട് വന്നിട്ട് ജരാസന്ധനെ കൊന്നത്. ഇപ്പം ജരാസന്ധൻ്റെ കൊച്ചുമകനായ മേഘസന്ധി കൊച്ചു പയ്യനായിരുന്നു, പക്ഷേ ക്ഷത്രിയ കർമ്മം നിറവേറ്റാനായിട്ട് രാജാവായിട്ട് നിൽക്കുകയാണ്. ആൾ പുറത്ത് വന്ന് അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്ത്രീകളാണെന്ന് തോന്നുന്നല്ലോ കുതിരകളെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് ആണുങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ചങ്കുറപ്പുള്ള ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അർജുനെ വെല്ലുവിളിച്ചു. അങ്ങനെ വലിയൊരു യുദ്ധം നടന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഇടയിൽ മേഘസന്ധിയുടെ രഥം തകർക്കപ്പെടുകയാണ്.
എന്നിട്ട് അർജുൻ കീഴടക്കുകയാണ്. എന്നിട്ട് അർജുൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ് എന്നെ ആജ്ഞാപിച്ചിരിക്കുകയാണ്, ആരാണോ യുധിഷ്ഠിര മഹാരാജൻ്റെ ആധിപത്യം സ്വീകരിക്കുന്നത് അവരെ കൊല്ലത്തില്ലെന്ന്. അന്നേരം മേഘസന്ധി അംഗീകരിക്കുകയാണ് യുധിഷ്ഠിരൻ്റെ അശ്വമേധ യജ്ഞത്തെ. എന്നിട്ട് ഉപഹാരങ്ങൾ നൽകാനും അംഗീകരിക്കുകയാണ്. അങ്ങനെ അർജുൻ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ അർജുൻ ഒരു കണക്കില്ലാതെ എത്രയോ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യുക, പല പല രാജാക്കന്മാരും, അവരെല്ലാം യുധിഷ്ഠിരനെ അംഗീകരിക്കും. അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് വീണ്ടും അത് ഏകദേശം അതേപോലെ ഒരു ഭീകര യുദ്ധമായിരുന്നു. ഒരുപാട് യോദ്ധാക്കളെ തോൽപ്പിച്ചു. അങ്ങനെ അവസാനം ആ കുതിര പല പല സ്ഥലങ്ങളും സഞ്ചരിച്ച് അത് തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് എത്തുകയാണ് സേഫായിട്ട്. അങ്ങനെ വീണ്ടും അർജുന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ഈ ഒരു അശ്വമേധ യജ്ഞത്തെ വിജയീകരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് വിതുരർ ധൃതരാഷ്ട്രയെ ഓടിക്കുന്ന സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്, ഇത്രയൊക്കെ ആയിട്ട് നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് ധൃതരാഷ്ട്രേ എന്ന് പറഞ്ഞ് കുറേ വാക്കുകൾ പറയുന്നുണ്ട്. അതെന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.